എല്ലാവർക്കും നമസ്കാരം. ഞാനൊരല്പം ധൃതിയിലാണ് ഓരോ കാര്യങ്ങളിട്ട് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. പ്ലസ് ഞാൻ ഒരുപാട് ടെൻഷനിലും ബുദ്ധിമുട്ടുകളിലാണ്. അപ്പം അതുകൊണ്ടാണ് അത്ര പ്രോപ്പറായിട്ടോ ഭംഗിയായിട്ടോ ഒന്നും അവതരിപ്പിക്കാൻ എനിക്ക് പറ്റാത്തത്. ആകെ ഒരു ഡൾ, പിന്നെ ഒരു ക്രമമില്ലാത്ത രീതിയിലുള്ള വിശദീകരണമായി പോകുന്നത്. സോറി. എന്നാലും ഞാൻ ശ്രമിക്കുകയാണ്. ഇത്തവണ ഞാൻ ശ്രമിക്കുന്നത് പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോഴത്തെ ഈ സഡൻ കാർഡിയക്ക് ഡെത്തുകൾ, പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നത് ഒരുപാട് കൂടുതലല്ലേ. ഇന്നലെ തന്നെ 2 പേര് കേരളത്തിൽ, 2 3 ഉണ്ട്. വടം വലിക്കുന്നതിനിടയിൽ, ഡാൻസ് കളിക്കുന്നതിനിടയിൽ, ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ, വർക്കൗട്ട് ചെയ്യുന്നതിനിടയിൽ. കൊറോണ കഴിഞ്ഞ് ഏകദേശം കോവിഡ് വ്യാപനം കഴിഞ്ഞ ഒരു 2-2.5 വർഷം കഴിഞ്ഞപ്പോൾ ഇത്രയും കൂടിയിരിക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? എല്ലാവരും വിചാരം കോവിഡ് വാക്സിൻ സൈഡ് എഫക്റ്റാണ്. കോവിഡ് വാക്സിൻ സൈഡ് എഫക്റ്റ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, മാക്സിമം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ സംഭവിക്കും TTS എന്നുള്ള സംഗതി. അതല്ല ഇപ്പോൾ സംഭവിക്കുന്നത്. കൊറോണയെ പോലെ 3000 മടങ്ങോളം മറ്റു വൈറസുകളെക്കാളും സ്പീഡ് കൂടിയ വൈറസിനെ അതിജീവിക്കാൻ ഗ്ലൂക്കോസാണല്ല, ഗ്ലൂക്കോസും സോഡിയവും വേണം. ഗ്ലൂക്കോസും സോഡിയം ഇരട്ടക്കൊട്ടികളാണ്. ഗ്ലൂക്കോസ് സോഡിയം കോ ട്രാൻസ്പോർട്ടാണ് മിക്കവാറും ഏരിയകളിലെല്ലാം നടക്കുന്നത്. പ്രകൃതിയിലെ യുദ്ധം, മനുഷ്യരുടെ യുദ്ധം കാശിന് വേണ്ടിയുള്ളതാണെങ്കിൽ പ്രകൃതിയിലെ യുദ്ധം എനർജിക്ക് വേണ്ടിയാണ്, ഗ്ലൂക്കോസിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് പ്രകൃതിയിൽ അരിയും നെല്ലും പഴങ്ങളും എല്ലാം ഉള്ളത്. ഈ ബാക്ടീരിയയും വൈറസും ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് അവരുടെ തലമുറ സർവീവിന് അടുത്ത തലമുറയെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഇത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ സഡൻ കാർഡിയക് അറസ്റ്റുകൾ. അപ്പം ഞാൻ സൂചിപ്പിച്ചല്ലോ, 5 മണിക്കൂർ 2.5 മണിക്കൂറിൽ ഒരു പ്രത്യേക സമയത്ത് ഞാൻ സൂചിപ്പിച്ചു. ഈ 2.5 കൂടെ ഒരു 1.25 ഉണ്ട്. 1.25 പകുതിക്ക് ഏകദേശം ഒരു 40 മിനിറ്റിൽ ചെറുതായിട്ട്, ഇതൊക്കെ ലഘുവായിട്ടാണ് ഗ്ലൂക്കോസ് കഴിയുന്നത്. 2.5 കൊറോണയ്ക്ക് ശേഷം ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിൻ്റെ സ്പീഡ് ഏതാണ്ട് 15 to 20 ടൈംസോ 10 to 20 ടൈംസോ ആയിട്ട് കൂടിയിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, ആദ്യകാലങ്ങളിൽ കുഞ്ഞുകുട്ടിയായിരിക്കുമ്പോൾ പോലും അത് ഗ്ലൂക്കോസ് കടം വാങ്ങുന്നുണ്ടെന്ന്. അല്ലെങ്കിൽ റിഫ്ലക്സ് മെക്കാനിസം കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ബ്രെയിൻ സെറ്റ് ചെയ്യുന്ന സംഗതിയാണ്. കടം വാങ്ങൽ ഞാൻ പറഞ്ഞു, കൊളാജനൊക്കെയാണ് ആദ്യം ഉപയോഗിക്കുക. അപ്പം മൂക്കിൻ്റെ അറ്റത്തെ ഡിസ്ക്, ഇതിൽ നിന്ന് ഡീവിയേഷൻ ഓഫ് നെർവ് സിസ്റ്റം നട്ടലിൻ്റെയും കഴുത്തിൻ്റെയൊക്കെ ഡിസ്കിൽ നിന്ന് വലിക്കുന്നു. ഡിസ്ക് പ്രശ്നങ്ങൾ, അതിനെ തുടർന്നുള്ള റാഡിക്കുലോപ്പതി, നെർവ് കംപ്രഷൻ പ്രശ്നങ്ങൾ, രക്തക്കുഴലുകളുടെ ഭിത്തിയിൽ നിന്ന് കടം വലിക്കുമ്പോൾ പൈൽസോ വെരിക്കോസോനോ വെയിനിൽ നിന്ന് വലിച്ചാൽ വരാം. അല്ലെങ്കിൽ ആർട്ടറീസിൽ നിന്ന് വലിക്കുമ്പോൾ കൊറോണറി ആർട്ടറി ഡിസീസ് പോലുള്ള രക്തക്കുഴലിൻ്റെ അകത്തെ ഘടന ഡാമേജ് വന്നു കഴിയുമ്പോൾ കൊളസ്ട്രോൾ, കാൽസ്യം, പ്ലേറ്റ്ലെറ്റ് ഇത് ഒട്ടിപ്പിടിച്ച് എതീറോസ്ക്ലെറോസിസ് പ്രക്രിയ സ്റ്റാർട്ട് ചെയ്യുന്നു. ഗ്രാജുവലി ബ്ലോക്ക് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ കൊളസ്ട്രോളിൻ്റെ അളവല്ല ഇതിൽ മെയിൻ. കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലുള്ളവർക്ക് സാധ്യത കുറച്ച് കൂടും സ്വാഭാവികമായും. അപ്പോൾ രക്തക്കുഴലിൻ്റെ ഘടനയിൽ കടവാങ്ങൽ പ്രക്രിയ ഈ ഗ്ലൂക്കോസ് ഇങ്ങനെ ഇടവേളകളിൽ താഴുമ്പോൾ നമ്മൾ ഭക്ഷണ സമയത്തിന് കഴിക്കുന്നുമില്ലെങ്കിൽ, അതിൻ്റെ ഒപ്പം നമ്മുടെ റിഫ്ലക്സ് സിമ്പത്തറ്റിക് ആക്ടിവിറ്റി കൂടുതലുമാണെങ്കിൽ കടവാങ്ങൽ പ്രക്രിയ രൂക്ഷമായിരിക്കും. റിഫ്ലക്സ് മെക്കാനിസം കൂടുതലായിട്ടും വരുന്നത് ഈ സിമ്പത്തറ്റിക് നെർവ് ആക്ടിവിറ്റിയോ ഓവർ ആക്ടിവിറ്റിയോ കൂടുമ്പോൾ ഡയബറ്റീസിനും ഹൈപ്പർ ടെൻഷനുള്ള സാധ്യത പെട്ടെന്ന് കൂടുക, കൊളസ്ട്രോളിനും ഹൈ കൊളസ്ട്രോളിനും. ഇതൊന്നും ഇല്ലെങ്കിലും കൊളസ്ട്രോൾ ലെവൽ എത്ര നോർമലാണെങ്കിലും, കാൽസ്യം ലെവൽ എത്ര നോർമലാണെങ്കിലും, പ്ലേറ്റ്ലെറ്റ് ലെവൽ എത്ര നോർമലാണെങ്കിലും, കുറവാണെങ്കിലും ഭിത്തിയിലെ ഘടന കേടുവരുമ്പോൾ അങ്ങോട്ടേക്ക് ഈ പറഞ്ഞ സ്റ്റിക്കി ആയിട്ടുള്ള 3 വസ്തുക്കളോ ഒക്കെ ഒട്ടിപ്പിടിക്കും. എതീറോസ്ക്ലെറോസിസ് പ്രക്രിയ സ്റ്റാർട്ട് ചെയ്യും. ഇതിൻ്റെ സ്പീഡാണ് ഞാൻ പറഞ്ഞത് കൊറോണയ്ക്ക് മുമ്പുള്ളതിനേക്കാളും 10, 15, 20 മടങ്ങായി മാറിയിരിക്കുന്നത്. അത് നോക്കുക. 15, 20 വയസ്സുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ കുട്ടി, 20 ഞാൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നത് എനിക്ക് അറിയുന്നില്ല. യൂട്യൂബായിട്ട് എത്ര ഇതല്ല. ബിഫോർ കോവിഡ് അതൊരു 50-60 വർഷം എടുക്കുന്നൊരു പ്രക്രിയയായിരുന്നു. സോ ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസോ കൊറോണറി ആർട്ടറി ഡിസീസോ ഒക്കെ ബൈ 65 to 85 ഇയേഴ്സ്. 15 to 20 മടങ്ങായാൽ പിന്നെയോ 2-8 വർഷം മതി. സെയിം പ്രക്രിയ. അതൊന്ന്. 2, ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് 3, 4, 5 വർഷങ്ങളായിട്ട് നമുക്ക് ഇപ്പോൾ സ്പീഡ് കൂടിയ വൈറസുകളാണ് കൂടുതലും. ആൻറ്റിബയോട്ടിക്കൊന്നും പലപ്പോഴും ഏൽക്കാത്ത 3 കഫ് സിറപ്പ് കുടിച്ചു, ബോട്ടിൽ കുടിച്ചു, ചുമ മാറുന്നില്ല എന്നൊക്കെ പറയുന്നില്ലേ. സ്പീഡ് കൂടിയ വൈറസുകളാണ് കൂടുതലും. നമ്മുടെ ജലദോഷ വൈറസുകളെയൊക്കെ, ഫ്ലൂ പോലുള്ള വൈറസുകൾ പലയിടത്തും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം കാര്യമായ ലക്ഷണങ്ങളൊന്നും ഉണ്ടല്ലോ. ഇപ്പോൾ ഞാനിപ്പോൾ കാണിച്ചില്ല. അതുപോലെ ചെറിയൊരു തൊണ്ടകരകരപ്പ് മാത്രമേ പലപ്പോഴും ഉണ്ടാവുള്ളൂ. ഒരു വീട്ടിലെല്ലാവർക്കും ഇപ്പോൾ കൊറോണ പോലൊരു വൈറസ് ഇൻഫെക്ഷൻ വന്നു, എല്ലാവർക്കും 5-6 പേരുള്ള വീട്ടിലെല്ലാവർക്കും പനിക്കുന്നില്ലല്ലോ, എല്ലാവർക്കും കോംപ്ലിക്കേഷൻ ആവുന്നില്ലല്ലോ. അപ്പോൾ ഓരോരുത്തരുടെയും 2.5 മണിക്കൂർ ഇടവേളകളിൽ എത്ര ശക്തമായ ഗ്ലൂക്കോസ് താഴുന്നതനുസരിച്ചിട്ടും
അതിനോട് അവരുടെ ബ്രെയിൻ പ്രതികരിക്കുന്നത്, റിഫ്ലക്സ് മെക്കാനിസം വഴി പ്രതികരിക്കുന്നതനുസരിച്ചിട്ടാണ് സിംറ്റംസ്. അപ്പം മൂക്ക് വഴിയോ തൊണ്ട വഴിയാണ് സ്പീഡ് കൂടിയ വൈറസുകളെല്ലാം കയറുക. ഞാൻ വൈറസിനെ കുറിച്ച് പറയുന്നത്, ബാക്ടീരിയയെ കുറിച്ചല്ല ഇപ്പോൾ. കാരണം അവർക്ക് സ്പീഡിൽ ഗ്ലൂക്കോസും ഓക്സിജനും കിട്ടണം. അപ്പോൾ ഏറ്റവും ചെന്നിരിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലം ലങ്സാണ്. അപ്പം അവർ ആ മൂക്കിൻ്റെയും തൊണ്ടയുടെയും വളവിൽ അവിടെ ചെന്ന് ഡെപ്പോസിറ്റ് ആവും. അങ്ങോട്ടേക്ക് നമ്മുടെ ശരീരം WBCയെ കൂടുതലായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. വെളുത്ത രക്താണുക്കൾ, നമ്മുടെ ആർമി, അവരവിടെ ചെന്ന് ഫൈറ്റ് ചെയ്യുമ്പോഴാണ് ജലദോഷം, മൂക്കടപ്പ്. അങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് കൂടുമ്പോഴാണ് രക്തപ്രവാഹം കൂടുന്നതും മൂക്കടയുന്നതും ജലദോഷം വരുന്നതും. തൊണ്ടയിലേക്ക് വൈറസ് ചെന്നിരിക്കുന്ന ഏരിയയിലേക്ക് നമ്മുടെ WBC അറ്റാക്ക് നടത്തുമ്പോഴാണ് തൊണ്ടവേദന, തൊണ്ടവരപ്പ്. അതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതികരണമാണ്. മറ്റേ പനി, ടെമ്പറേച്ചർ കൂട്ടി 2 ദിവസമോ 3 ദിവസമോ പനിപ്പിച്ച് വൈറസിനെ ഓടിക്കാൻ നോക്കും. അത് ഏൽക്കുന്നില്ല എന്ന് കാണുമ്പോൾ 3-4 ദിവസം കഴിയുമ്പോൾ ആൻറ്റിബയോട്ടിക് റെസ്പോൺസിലേക്ക്, ഇമ്മ്യൂൺ റെസ്പോൺസിലേക്ക് ശ്രമിക്കും. അതാണ് യൂഷ്വൽ വൈറൽ ഫീവർക്ക് 2-3-4 ദിവസം നീണ്ടു നിൽക്കുന്നതിൻ്റെ കാരണം. അപ്പം ഇപ്പോൾ പ്രായം ചെന്നവരിൽ ഈ വൈറസുകളൊക്കെ കുറേ കാലമായി കണ്ടുപരിച്ചിട്ടുള്ളത്. ഈ വൈറസ് അല്ല, വേറെ പല വൈറസുകളെയും പനി എന്ന ഫീച്ചർ പലപ്പോഴും ഉണ്ടാവില്ല. കണ്ടിട്ടില്ലേ, പനി എനിക്ക് വരാറ് പോലും ഇല്ലെന്ന് പറയുന്നത്. അപ്പം ചെറിയൊരു തൊണ്ടയിരപ്പ് മാത്രമേ പലരിലും ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചെറിയൊരു ചുമ ഉണ്ടാവും, ചെറിയൊരു ജലദോഷം ഉണ്ടാവും. ഇത്രയ്ക്ക് പലപ്പോഴും പലർക്കും ഉണ്ടാവുകയുള്ളൂ. അപ്പം ഓൾറെഡി പണ്ടൊക്കെ എന്ന് വെച്ചാൽ എത്തിറോസ്ക്ലറോസ് വഴി ഒരു 90% അതിന് മേളിലേക്കോ ബ്ലോക്കുള്ളവരിൽ മാത്രമേ അറ്റാക്ക് കണ്ടിരുന്നുള്ളൂ. അറ്റാക്ക് നമ്മൾ ഇപ്പോൾ പറയുന്ന സംഗതി രക്തക്കുഴലുകൾ ബ്ലോക്കായിട്ട് അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഹൃദയത്തിൻ്റെ ഭിത്തിക്ക് രക്തം സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകൾ ബ്ലോക്ക് വരുമ്പോൾ 90% മേളിലേക്കൊക്കെ വന്നിട്ട് ആ ഭിത്തിക്ക് സങ്കോചിക്കാനും അതിൻ്റെ നോർമൽ പമ്പിങ് നടത്താനും പറ്റാതെ വരുമ്പോൾ ആ മസിൽ കോശങ്ങൾ, ആ ഹൃദയ ഭിത്തിയുടെ മസിൽ കോശങ്ങൾ നശിച്ചു പോകുന്നതിനാണ് ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് പണ്ട് 90-95% കേസുകൾ ബ്ലോക്ക് വേണമായിരുന്നു. ഇപ്പോൾ അത് വേണ്ട. ഇപ്പോൾ സ്പീഡ് കൂടിയ വൈറസുകൾ വരുമ്പോൾ നമുക്ക് കാര്യമായ ലക്ഷണങ്ങളില്ലെങ്കിലും, ഞാൻ പ്രത്യേകം പറഞ്ഞില്ല, ചെറിയ തൊണ്ടയിരപ്പ് പോലും പലർക്കും ഉണ്ടാവില്ല. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഈ 2 to 4 AM ഒരു ക്ലാസിക്കൽ സമയമായിട്ട് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. ഗ്ലൂക്കോസ് ശക്തമായി താഴുമ്പോൾ ബ്രെയിനാണ് പ്രാമുഖ്യം. അതുകൊണ്ട് കാലിലെ രക്തക്കുഴലുകളുടെ ഭാഗത്തു നിന്ന് രക്തം ഡൈവേർട്ട് ചെയ്ത് ബ്രെയിനിൻ്റെ ഭാഗത്തേക്കോ മറ്റ് അടിയന്തര ആവശ്യമുള്ള ഭാഗങ്ങളിലേക്കോ വിടുമ്പോഴാണ് മസിൽ ക്രാമ്പ് ചെയ്യുന്നത്. ശരീരത്തിൽ ഏറ്റവും ശക്തമായി ഗ്ലൂക്കോസ് താഴുന്നത് 2 to 4 AM. എന്നാൽ ആ സമയത്ത് ഈ ഡൈവേർഷൻ പ്രക്രിയ ഉള്ളതുകൊണ്ടും ലിവർ ഏറ്റവും ആക്റ്റീവായി നിൽക്കുന്നതുകൊണ്ടും ആണ് ഹാർട്ട് അറ്റാക്ക് പൊതുവെ ആ സമയത്ത് കുറവാണ്. അത് കഴിഞ്ഞുള്ള അടുത്ത രണ്ടരയിലും ഹാർട്ട് അറ്റാക്ക് കൂടില്ല. ശ്രദ്ധിച്ചറിയാൻ വെളുപ്പിനൊരു 4 AM ടു ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് 1 hour മെജോറിറ്റി ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഗ്ലൂക്കോസ് താഴുമ്പോൾ. അതുപോലെ തന്നെ വൈകിട്ട് കറക്റ്റ് ഒരു സമയമൊന്നുമില്ല. ഉച്ചഭക്ഷണം കഴിഞ്ഞ് 2.5 മണിക്കൂർ, വൈകിട്ട് ഉച്ചഭക്ഷണം കഴിഞ്ഞ് 5 മണിക്കൂറാണ്, 4 PM ടു 7 PM. ആ സമയത്ത് ശ്രദ്ധിച്ചാലറിയാം. പിന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊഴിഞ്ഞൊഴിയുന്ന കിട്ടില്ലേ, ഹാർട്ട് അറ്റാക്ക് ആവട്ടെ സ്ട്രോക്ക് ആവട്ടെ, എപ്പോഴും ഗ്ലൂക്കോസ് കുറയുമ്പോഴാണ്. ഗ്ലൂക്കോസും സോഡിയം കൂടെ ശക്തമായി കുറയുമ്പോഴാണ് സ്ട്രോക്ക് സംഭവിക്കുന്നത്. ഗ്ലൂക്കോസ് ശക്തമായി കുറയുമ്പോഴാണ് അറ്റാക്ക് സംഭവിക്കുന്നത്. എങ്ങനെ? 90% ബ്ലോക്കില്ലാണ്ട് 50-60% ബ്ലോക്കുള്ളവർക്കും ഇപ്പോൾ അറ്റാക്ക് പോലുള്ള സഡൻ കാർഡിയക് ഡെത്തുകൾ സംഭവിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? ഓൾറെഡി ആ ബ്ലോക്ക് പ്രക്രിയ, എത്തിറോസ്ക്ലറോസിസ് പ്രക്രിയയുടെ സ്പീഡ് കൂടിയത് ഞാൻ പറയാൻ കഴിഞ്ഞ ഇതിൽ ശ്രമിച്ചു. പണ്ട് ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിൻ്റെ സ്പീഡ് കോവിഡിന് ശേഷം ഒരു അഡാപ്റ്റേഷൻ രീതിയിൽ വ്യത്യാസം വന്നതുകൊണ്ട് 10 to 15 to 20 times വരെ ആയതുകൊണ്ട് പണ്ട് 50-60 വർഷം എടുക്കുന്ന ബ്ലോക്ക് പ്രക്രിയ ഡെവലപ്പ് ചെയ്യാൻ ഒരു 50 to 60 or 60 to 70 ഒക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ 2-6 വർഷം 7-8 വർഷം മതി. പ്രത്യേകിച്ച് നാൻഡിയാറ്റിക്കറുകളിൽ ആയിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഏതെങ്കിലും ഭക്ഷണം സ്ഥിരമായിട്ട് സ്കിപ്പ് ചെയ്യുന്നവർ, വെറും വയറ്റിൽ വർക്കൗട്ട് ചെയ്യുന്നവർ, ബ്രേക്ക്ഫാസ്റ്റ് ഒത്തിരി വൈകി കഴിക്കുന്ന, ബ്രഞ്ച് പോലെയൊക്കെ കഴിക്കുന്നവർ, അപ്പോഴൊക്കെ ഓരോ കടമാങ്ങൽ പ്രക്രിയകൾ കൂടുതൽ നടക്കുകയാണ്. 1-2-3 കടമാങ്ങൽ പ്രക്രിയകൾ. പിന്നെ അത്രയും സിഗ്നിഫിക്കൻ്റ് അല്ല, എന്നാലും പ്രാധാന്യമുള്ളൊരു പോയിൻ്റാണ് അത്താഴം നേരത്തെ കഴിച്ചിട്ട് വൈകി കിടക്കുന്നവർ. അത് പൊതുവെ നല്ലതാണെന്ന് തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ട്. അത്താഴം നേരത്തെ കഴിച്ചിട്ട് വൈകി കിടക്കുന്നവർ, ഞാൻ പറഞ്ഞു, അത്താഴം നേരത്തെ കഴിച്ചിട്ട് നേരത്തെ കിടന്ന് ഈ 4 മണിക്ക് മുമ്പ് എഴുന്നേറ്റ് ഇത്തിരി കഞ്ഞിവെള്ളം കുടിച്ച് പണ്ട് ജോലിക്ക് പോയിരുന്ന കാരണന്മാർക്ക് നല്ല ആയുസുണ്ടായിരുന്നു. കാരണം കഞ്ഞിവെള്ളത്തിൽ നിറയെ ഗ്ലൂക്കോസാണ്. പണ്ടത്തെ ഒരു 3 തലമുറ മുമ്പുള്ളവർക്ക് വേറൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. ഇത്തിരി കഞ്ഞിവെള്ളം മുന്തുക, പാടത്തെ പറമ്പിലോ പണിക്ക് പോവുക, ഇടയ്ക്ക് ദാഹിക്കുമ്പോഴും കഞ്ഞിവെള്ളം കുടിക്കുക. അപ്പോൾ ഈ 2.5 മണിക്കൂർ അവർക്ക് നെഗറ്റഡായി പോകുമായിരുന്നു. ഒന്ന് അതിനൊരു ചായയും കാപ്പിയും വന്നപ്പോൾ അതൊക്കെ അടുത്ത തലമുറയിൽ 65 വയസ്സായപ്പോഴത്തേക്കും ഡയബറ്റീസ്, അടുത്ത തലമുറയെത്തിയപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വയസ്സായി. കൊറോണയ്ക്ക് ശേഷം സ്ഥിതിഗതികൾ വളരെ വയസ്സായി. അത് വാക്സിൻ സൈഡ് എഫക്റ്റിൻ്റെ, ഞാൻ വാക്സിനെ പ്രതിരോധിക്കുകയല്ല. വാക്സിൻ ആളുകൾ ഒരുപാട് പേര് ജീവൻ രക്ഷിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. നാച്ചുറൽ ഇമ്മ്യൂണിറ്റി വഴിയും ജീവൻ രക്ഷിക്കപ്പെട്ടു, അത് വേറെ കാര്യം. സംഭവിക്കുന്നത് അഡാപ്റ്റേഷനാണ്.
നമ്മുടെ ശരീരം ഓരോ സെല്ലിൻ്റെയും ഉപരിതലത്തിലെ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഷനാണ് കൂട്ടിയെടുത്തത്. ഇനി 50-60% മാത്രം ബ്ലോക്ക് ഈ പെട്ടെന്ന് തന്നെ ഈ കോവിഡിന് ശേഷം വന്ന ഗ്ലൂക്കോസ് മെറ്റബോളിസിൽ വന്ന സ്പീഡിൻ്റെ വ്യത്യാസം കാരണം കടം വാങ്ങൽ പ്രക്രിയയും രൂക്ഷമായി. അതുകൊണ്ടാണ് 50-60 വർഷം കഴിഞ്ഞ് വരേണ്ട ഒരു അപകടം 2-5 വർഷം കൊണ്ടോ 8 വർഷം കൊണ്ടോ ഒക്കെ വരുന്നത്. അപ്പോൾ അതിറോസ്ക്ലറോസിസ് പ്രക്രിയയും കടം വാങ്ങൽ പ്രക്രിയയും സ്പീഡ് കൂടി. വേറെ നിവൃത്തിയില്ല ബ്രെയിന് സർവൈവ് ചെയ്യണ്ടേ. അതോടൊപ്പം ഇതുപോലൊരു വൈറസ് ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് ശക്തമായ ഗ്ലൂക്കോസ് കുറയുന്ന എന്ത് ചെയ്താലും ഗ്ലൂക്കോസ് കുറയുമ്പോൾ നമുക്ക് കാലിൽ മസിലുരുണ്ട് കയറുന്ന പോലെയോ മറ്റ് ഭാഗങ്ങളിൽ മസിലുരുണ്ട് കയറുന്ന പോലെയോ നമ്മുടെ രക്തക്കുഴലിൽ ഈ കൊറോണറി ആർട്ടറിയുടെയൊക്കെ രക്തക്കുഴലിൽ മസിലുണ്ട്, സ്മൂത്ത് മസിലാണ്, സ്കെൽറ്റൽ മസിലല്ല. പക്ഷേ അതും സങ്കോചിക്കാം, ചില സന്ദർഭങ്ങളിൽ സങ്കോചിക്കും. അപ്പം ഗ്ലൂക്കോസ് ലെവൽ കുറഞ്ഞു നിൽക്കുന്നിടത്തോളം ഗ്ലൂക്കോസ് ലെവൽ കുറഞ്ഞു നിൽക്കുന്നിടത്തോളം ആ സങ്കോചം കൺട്രാക്ഷൻ തുടരും. അപ്പോൾ ഭാഗികമായ 50-60% ബ്ലോക്കും അതിൻ്റെ ഒപ്പം ഈ ഭാഗികമായ സങ്കോചമോ കൂടെ വരുമ്പോൾ 90%-95% ബ്ലോക്കിൻ്റെ എഫക്റ്റ് ആവുകയാണ്. ആൾ കുഴഞ്ഞ് വീഴുകയാണ്. കൃത്രിമ ഗ്ലൂക്കോസ് ഉണ്ടാക്കി ലിവർ സഹായം എത്തിക്കാൻ 20-30 മിനിറ്റ്സ് എങ്കിലും എടുക്കും. അപ്പോൾ അതുവരെയും പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ ആൾ താൽക്കാലികമായിട്ടെങ്കിലും ആ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടും. വൈറസിൻ്റെ എണ്ണം വൈകിട്ടാകുമ്പോഴത്തേക്കും സന്ധ്യ ആകുമ്പോഴത്തേക്കും കൂടും, അല്ലെ നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും കൂടും. ലിവർ പരിഹരിക്കാൻ നോക്കുന്ന രീതിയിൽ അത് ലിവറിന് പരിഹരിക്കാൻ പറ്റാത്തത്ര രീതിയിൽ വൈറസിൻ്റെ എണ്ണം കൂടി ഗ്ലൂക്കോസ് ഡെഫിസിറ്റും കൂടി കഴിയുമ്പോൾ 20-30 മിനിറ്റ്സ് കൊണ്ട് ലിവർ എത്തിക്കുന്ന ഗ്ലൂക്കോസ് കൊണ്ട് മതിയാകാതെ വരുമ്പോൾ പൂർണ്ണ അറ്റാക്കിലേക്ക് അല്ലെങ്കിൽ സഡൻ കാർഡിയക് ഡെത്തിലേക്കും പോകാം. ഇതാണ് സംഭവിക്കുന്നത്. പലപ്പോഴും ഇത്തരം സ്ട്രോക്കുകളുടെയും ഹാർട്ട് അറ്റാക്കുകളുടെയും പുറകിൽ ഇങ്ങനെയൊരു വൈറസിൻ്റെ നിശബ്ദ സാന്നിധ്യം ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ കുറച്ചുകൂടെ ആക്ടിവിറ്റി പ്രവർത്തനം വേണ്ടി വരുന്ന ഒരു പ്രവൃത്തിയും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വടം വലിക്കാൻ പോയി, ആ സമയത്ത് എന്തെങ്കിലും ഒരു ആഘോഷമാണ്, ഇപ്പം ഒരു കപ്പ് പായസം കുടിച്ചിട്ട് ഉച്ചഭക്ഷണം കഴിക്കാണ്ട് വടം വലിക്കാൻ പോയി, ഡാൻസ് കളിക്കാൻ പോയി, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ പോയി. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സും കൂടെ വരുമ്പോൾ ഇത് ഓൾറെഡി ഉള്ള ചെറിയ ബ്ലോക്ക് പ്ലസ് ഗ്ലൂക്കോസ് കുറയാൻ 2 കാരണങ്ങൾ, സൈലൻ്റ് ആയിട്ടിരിക്കുന്ന വൈറസോ എല്ലാം ഉണ്ടാകാം, പ്ലസ് ആക്ടിവിറ്റി കൂടി. ഇതുകൊണ്ടാണ് ആക്ടിവിറ്റി കൂടുന്ന സമയങ്ങളിൽ ഇപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരും മധ്യവയസ്കരും കുഴഞ്ഞു വീണ് മരിക്കുന്നത് മെയിൻ. അപ്പം എമർജൻസി ആയിട്ട് നമുക്കൊരു ആശുപത്രിയിലെത്തി നമുക്ക് ശരിക്കും ചെയ്യേണ്ടത് ECG അല്ല. ECGക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ടത് ശരിക്കും ട്രോപ്പോണിനായി പോലുള്ള ബ്ലഡ് ടെസ്റ്റുകളാണ്. അത് ചെയ്താൽ കൃത്യമായിട്ട് ഹാർട്ട് അറ്റാക്കാണോ ഇല്ലെന്ന് അറിയാം. ഇതിന് മുമ്പ് തന്നെ ഒരല്പം ഗ്ലൂക്കോസ് കൊടുക്കുകയും CPR കൊടുക്കുക വാട്ടർ, ഒപ്പം ഗ്ലൂക്കോസ് ഒരല്പം കലക്കം പോലെ നിൽക്കരുത്, കഴിപ്പിക്കുക. സ്ട്രോക്ക് സംശയങ്ങളുടെ ഒരു ഉപ്പോടെ ഒരു പിഞ്ച് സോൾട്ടോടെ കൊടുക്കുക. പുറകെ ഗ്ലൂക്കോസ് ലെവല് ഇപ്പോൾ നമ്മളൊരു 2 സ്പൂൺ ഗ്ലൂക്കോസ് കഴിപ്പിച്ചാൽ അത് പെട്ടെന്ന് കത്തിത്തീരും. 70-80 കിലോ വെയിറ്റുള്ള ഒരു ശരീരത്തിൽ. പുറകെ ഒരു കഷ്ണം ചോക്ലേറ്റോടെ കൊടുത്താൽ, ചോക്ലേറ്റിന് പ്രത്യേകതയൊന്നുമില്ല, പക്ഷേ അതിൽ ചില ഘടകങ്ങൾ പെട്ടെന്ന് ആകിരണമാവും, ഗ്ലൂക്കോസ് കത്തിത്തീരുന്ന നേരം കൊണ്ട് കയറും. മറ്റ് ചില ഘടകങ്ങൾ കൊക്കോ ബട്ടറൊക്കെ പോലുള്ളത് 2-4 മണിക്കൂർ എഫക്റ്റ് നീണ്ടുക്കും. അപ്പോൾ ഗ്ലൂക്കോസ് ലെവൽ ഉടനെ കുറഞ്ഞ് വീണ്ടും അടുത്ത 2.5 മണിക്കൂറോ 1.5 മണിക്കൂറോ ആകുമ്പോഴത്തേക്കും ഗ്ലൂക്കോസ് കുറഞ്ഞിട്ട് അടുത്ത അറ്റാക്കോ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത കുറയും. എന്നിട്ട് നമുക്ക് നേരെ ആശുപത്രിയിലേക്ക് എത്തി വേണ്ട ടെസ്റ്റുകൾ ചെയ്യാം. അതിന് ശേഷം മാത്രം ECGയിലേക്ക് പോവുക. ECG അല്ല മെയിൻ, ബ്ലഡ് ടെസ്റ്റുകളാണ്, ട്രോപ്പോണിൻ പോലുള്ള ടെസ്റ്റുകളാണ്. ഇതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വെറും വെയിറ്റിൽ വർക്കൗട്ട് ചെയ്യുന്നവർ, ഏതെങ്കിലും ഭക്ഷണം സ്ഥിരമായിട്ടോ ഒക്കെ സ്കിപ്പ് ചെയ്യുന്നവർ, ബ്രേക്ക്ഫാസ്റ്റ് വൈകി കഴിക്കുന്നവർ, കാരണം രാത്രി 8-10 അത്താഴം കഴിച്ചാണ്. വെളുപ്പിന് 2 to 4 AM ഇൻവേരിയബിളി എല്ലാവരിലും ഗ്ലൂക്കോസ് താഴുന്നുണ്ട്. അവിടെ ഒരു വലിയ കടം വാങ്ങൽ നടന്നു, ശരീരത്തിലെ ഏറ്റവും വലിയ കടം വാങ്ങൽ. അതിനുശേഷം അടുത്ത 2:30 ആകുമ്പോഴത്തേക്കും ഇതാണ് പ്രശ്നം. അപ്പോൾ അതുപോലെ തന്നെ അത്താഴം നേരത്തെ കഴിച്ചിട്ട് വൈകി കിടക്കുന്നത്, ഒരു 6-6:30 മുമ്പ് അത്താഴം കഴിച്ചിട്ട് 11:30 വരെ ഇരുന്ന് വായിക്കുകയോ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും 2 കടം വാങ്ങൽ അതിനുള്ളിൽ നടന്നു കഴിഞ്ഞു. അപ്പോൾ അപകടം. ഇപ്പോൾ വെയിറ്റ് ലോസ് റെജിമിൻ്റെ തന്നെ പ്രൊപ്പണൻസ് ആയിട്ടുള്ള ചില ആളുകൾ കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ 27 വയസ്സിലും 30 വയസ്സിലൊക്കെ പോയിട്ടുള്ളതായിട്ട് നമുക്ക് ന്യൂസ് ശ്രദ്ധിച്ചാൽ അറിയാം. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോവിഡിന് ശേഷം വന്ന ഗ്ലൂക്കോസ് മെറ്റബോളിസിൻ്റെ സ്പീഡ് ചേഞ്ച്, അതിനുശേഷം 50-60 വർഷം വേണ്ട 40 വയസ്സുള്ളയാൾക്ക് 2-5-8 വർഷത്തിനുള്ളിൽ വരാം, 15 വയസ്സുള്ളയാൾക്കും 2-5-8 വർഷത്തിനുള്ളിൽ,
ഭക്ഷണം സമയത്തിനല്ലെങ്കിൽ നമ്മുടെ വിചാരം ഭക്ഷണം ജസ്റ്റ് കഴിക്കാനുള്ള, പെട്രോളില്ലാതെ വണ്ടി ഓടില്ല, അല്ലെങ്കിൽ എഞ്ചിൻ ഓയിൽ ഒഴിക്കാതെ വണ്ടി ഓടും, പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ വലിയ അപകടം സംഭവിക്കും. ഭക്ഷണം ഇനി ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സയൻറ്റിഫിക്കായിട്ട് ഡെവലപ്പ് ചെയ്യാവുന്നത് ഹൈ എനർജി ആയിട്ടുള്ള ഇതുപോലെ കൺട്രോൾ റിലീസ് ചെയ്യപ്പെട്ടുള്ള ഗ്ലൂക്കോസ് പോലെയോ ഹൈ എനർജി സംയുക്തങ്ങളോ എന്തെങ്കിലും ഇത് പറ്റില്ലാത്ത ആളുകൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും അപകടം സംഭവിക്കുന്നത് ഞാനീ പറഞ്ഞ കാറ്റഗറിയിൽ, പിന്നെ ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നവരിൽ ഒക്കെയാണ്. അവർക്കൊന്നും ഭക്ഷണം സമയത്തിന് കഴിക്കാൻ പലപ്പോഴും പറ്റുന്നില്ല. താങ്ക് യു.